ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാവർക്കും ഫെർട്ടിലിറ്റി ടോക്സിൻ്റെ മറ്റൊരു പുതിയൊരു യൂസ്ഫുൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അത്യാവശ്യം വേണ്ട 2 കാര്യങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. അത് മറ്റൊന്നുമല്ല, പുരുഷന്മാരിലെ ക്വാളിറ്റിയുള്ള ബീജങ്ങളും അതോടൊപ്പം തന്നെ സ്ത്രീകളിലെ ക്വാളിറ്റിയുള്ള അണ്ടങ്ങളും. സ്ത്രീകളുടെ അണ്ടങ്ങൾക്ക് മാത്രം ക്വാളിറ്റി ഉള്ളത് കൊണ്ട് ഒരു ഗർഭധാരണം നടക്കില്ല, മറിച്ച് പുരുഷന്മാരുടെ ബീജങ്ങൾക്കും വേണം ഈ ഒരു ക്വാളിറ്റി. അതുപോലെ തന്നെ സ്ത്രീകൾ മാത്രം എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതുകൊണ്ടോ സ്ത്രീകൾ മാത്രം എല്ലാ കാര്യത്തിലും ശ്രദ്ധ പുലർത്തിയതുകൊണ്ടോ ഒരു ഗർഭധാരണവും ഇവിടെ നടക്കുന്നില്ല. പകരം പുരുഷന്മാരും അവരുടെ സ്പേംസിൻ്റെ ആരോഗ്യത്തിന് ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും അതേപോലെ ശ്രദ്ധിക്കേണ്ടതും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. പുരുഷന്മാർ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന 4 കോമൺ മിസ്റ്റേക്സിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ 4 കോമൺ മിസ്റ്റേക്സ് അവരുടെ സ്പേംസിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന മിസ്റ്റേക്സുകളാണ്. അതെന്തെല്ലാമാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നത് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ഒരു ഓൾ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് മിസ്സാവാതെ എത്തുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന ആ ഒരു മിസ്റ്റേക്ക് എല്ലാ ബോയ്സും അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഫോണിൻ്റെ യൂസേജ് കഴിഞ്ഞിട്ട് അത് നിങ്ങളുടെ പോക്കറ്റിലായിരിക്കും സ്വാഭാവികമായിട്ടും സൂക്ഷിക്കാറ്. അതായത് നിങ്ങളുടെ പാൻസിൻ്റെ പോക്കറ്റുകളിൽ, ഈ പാൻസിൻ്റെ ഫ്രണ്ടിൽ പോക്കറ്റുകളിലായിരിക്കും നിങ്ങൾ അത് സൂക്ഷിക്കുന്നത്. നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഫോണിൽ നിന്നുള്ള റേഡിയേഷനും ഫോണ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഹീറ്റും നിങ്ങളുടെ സ്പേംസിൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ്. പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ ഒരു ഫോണിൽ നിന്നുള്ള റേഡിയേഷൻ സ്പേംസിൻ്റെ DNA വരെ തകരാറിലാക്കാൻ പ്രാപ്തിയുള്ള കാര്യമാണ് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ അങ്ങനെ ഫോണ് ഇടണം എന്നുള്ളവരാണ് അല്ലെങ്കിൽ ഫോണ് സൂക്ഷിക്കണം എന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാഗുകൾ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചെറിയ ബാക്ക് പാക്കുകൾ കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്ലിംഗ് ബാഗ് എല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഈ ഫോണിട്ട് സൂക്ഷിക്കുന്നത് ഈ ഒരു പ്രശ്നം ഒരു പരിധി വരെ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. നിങ്ങൾ ഒരു പാരൻ്റ് ആവാൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പിതാവ് ആകാൻ ഒരുങ്ങുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക, എന്നിട്ടൊന്ന് തിരുത്തുക കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു മിസ്റ്റേക്കാണ് നിങ്ങൾ ടൈറ്റായിട്ടുള്ള അണ്ടർവെയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടൈറ്റായിട്ടുള്ള അണ്ടർവെയേഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ആ ഒരു പ്രൈവറ്റ് പാർട്ട് കൂടുതലായിട്ട് ചൂടാകാൻ ഇതൊരു കാരണമാകുന്നു. അതേപോലെ തന്നെ അങ്ങോട്ടുള്ള ആ ഒരു എയർ പാസും ഭയങ്കര ഒരു ടൈറ്റ്നെസ് ആയിട്ടായിരിക്കും ആ ഒരു നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയ ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചൂട് കാരണം അവിടെയുള്ള ഈ സ്പേം സെൽസിനെയൊക്കെ നശിപ്പിക്കാൻ ഈ ഒരു ചൂടിന് സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ടൈറ്റായിട്ടുള്ള അണ്ടർ വെയേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യാതെ ഇരിക്കുക. പകരം നിങ്ങൾ ലൂസായിട്ടുള്ള കോട്ടൺ അണ്ടർ വെയേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ രാത്രി കാലങ്ങളിൽ അണ്ടർ വെയേഴ്സ് യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ലൂസായിട്ടുള്ള അണ്ടർ വെയേഴ്സ് യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇപ്പോൾ ലോങ് ടൈം ഇരുന്നിട്ടുള്ള വർക്കാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം നിങ്ങൾ ഒരു ഡേ ഫുള്ള് നിങ്ങൾക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള വർക്കാണ് എന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ടും ഇരുന്നിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന വർക്കാണ് എന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ സ്പേംസിൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. കൂടുതലായിട്ട് ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം കൂടുതലായിട്ട് ചൂടാകുന്നു. ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ, അങ്ങോട്ടുള്ള എയർ പാസും കാര്യങ്ങളെല്ലാം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അമിതമായിട്ടുള്ള ചൂട് നിങ്ങളുടെ സ്പേംസിൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ
കൂടുതൽ സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഒരുപാട് സമയം നിങ്ങൾക്ക് 2 വീലറിലൊക്കെ ഇരുന്ന് ട്രാവൽ ചെയ്തിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളൊന്ന് ഇടവേളകൾ എടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു വർക്ക് തുടരുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഒരു പാരൻ്റ് ആകാൻ തയ്യാറെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് 3ാമത്തെ മിസ്റ്റേക്ക്. 4ാമതായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ലാപ്ടോപ്പ് നിങ്ങളുടെ മടിയിൽ വെച്ചിട്ടാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഓഫീസ് വർക്കൊക്കെ ആണ്, നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ ലാപ്ടോപ്പ് മടിയിൽ വെച്ചിട്ടൊക്കെ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ മടിയിൽ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങളൊരു പാരൻ്റ് ആകാൻ ശ്രമിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ശീലം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എടുത്തു മാറ്റുക. പകരം നിങ്ങൾ ഒരു ടേബിളിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഈ ഒരു ലാപ്ടോപ്പിൽ നിന്നുള്ള ചൂടും നിങ്ങളുടെ സ്പേമിൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ട്രീറ്റ്മെൻറ്റിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുക കേട്ടോ. നിങ്ങൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ഇത്തരം കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വർഷങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ഈ ഒരു വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അത് നിങ്ങളുടെ സ്പേമിൻ്റെ ഹെൽത്തിനെയും അതോടൊപ്പം തന്നെ നിങ്ങളെ ഉടനെ തന്നെ ഒരു പാരൻ്റ് ആക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനിയിപ്പോൾ സ്ത്രീകളാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നത്, അപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവരോട് ഒന്ന് പറയുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ സ്പേംസിൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങളൊന്ന് പറയുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വർഷങ്ങളായിട്ട് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ബൈ.